ഫാസ്റ്റിംഗ് തന്നെ അയ്യ കാണിച്ചിരുന്നു. ഷുഗർ 400, 450, 500 ഒക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള മരുന്ന് കഴിക്കും. പിന്നെ കുറെ ഗുളിക കഴിച്ചിട്ട് നിൽക്കാതായപ്പോ പിന്നെ ഇൻസുലിൻ ആക്കി. കുറെ ഇൻസുലിൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും കുറഞ്ഞിട്ടില്ല. പിന്നെ പ്രഷറും കൂടുതലാണ്. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ നീര് വന്ന് തടിച്ച്. അപ്പൊ നോക്കിയപ്പോ ക്രിയാറ്റിൻ കൂടുതലാണ്. ക്രിയാറ്റിൻ 9ന്റെ മേലുണ്ട്. പക്ഷെ 9ന്റെ അവിടെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അതിന്റെ മുമ്പൊക്കെ കുട്ടികൾ മക്കളൊക്കെ അറിഞ്ഞിരുന്നു. ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 9ന്റെ അവിടെ പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. ഒരു ദിവസം 4 നേരം ഞാൻ ക്രിയാറ്റിന്റെ ഗുളിക കഴിച്ചിരുന്നു. പിന്നെ പ്രഷറിനും ഷുഗറിനൊക്കെ ഉള്ള ഇൻസുലിനും ഇതൊക്കെ വെച്ചും ചെയ്തു. പക്ഷെ എനിക്ക് അതുകൊണ്ടൊന്നും എനിക്ക് അതില്ല. ഞാൻ ക്ഷീണിച്ച് പിന്നെ 79 കിലോ വെയിറ്റ് ആയി. എന്തായാലും ഇതിന് രക്ഷയില്ലാന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പൊ പിന്നെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഞാൻ മരുന്നില്ലാത്ത ചികിത്സക്ക് വന്നതാണ്. എന്റെ പേര് ഖദീജ. വീട് എവിടെയാ? വൈരത്തൂര് ഓമച്ചപ്പുഴ, തിരൂര് ഭാഗമാണല്ലേ? ഞാന് ഷുഗറും പ്രഷറും ക്രിയാറ്റിനും ഒക്കെ ഉണ്ടായി വന്നതാണ് 6 മാസം മുമ്പ്. അപ്പൊ ഇവിടെ വന്ന് അത് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഷുഗറും ക്രിയാറ്റിനും പ്രഷറൊക്കെ നോർമലായി. നോർമൽ വെച്ചാല് ചെക്ക് ചെയ്ത് സാറ് അറിയാതെ ഞങ്ങൾ ചെക്ക് ചെയ്തത്. രാത്രി ഫ്രൂട്ടുകളൊക്കെ കുറെ കഴിച്ചാണ്ടാണ് ചെക്ക് ചെയ്തത്. എല്ലാം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി പിന്നെ പപ്പായയും പൈനാപ്പിളും പിന്നെ ആപ്പിളും എല്ലാം കഴിച്ചാണ്ട് പോയി. മറ്റേ രാവിലെ ചെക്ക് ചെയ്തപ്പോ 143 ഷുഗർ. അപ്പൊ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. പിന്നെ അതിന് ശേഷം പിന്നെ ക്രിയാറ്റിൻ നോക്കിയപ്പോ ക്രിയാറ്റിനും കുറഞ്ഞിട്ടുണ്ട്. ക്രിയാറ്റിൻ 3.4 ആയിരുന്നു. പിന്നെ അങ്ങനെ പ്രഷറും നോർമലായി. ഇതുവരെ സാറിന്റെ മരുന്ന് ഞാൻ നിർത്തിയിട്ടില്ല. ട്രീറ്റ്മെന്റ് നിർത്തിയിട്ടില്ല. ഷുഗർ ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഫീൽ എങ്ങനെയാ? ക്ഷീണായിരുന്നു. നിസ്കരിക്കുകയാണെങ്കിൽ അക്ബർ കെട്ടിയാലും ഉറങ്ങി തൂങ്ങും. അത്തയ്യാത്തിന് ഇരുന്നാലും ഉറങ്ങി തൂങ്ങും. അതൊന്നും അറിയില്ല. ആരെങ്കിലും വിളിക്കുമ്പോ ഞാൻ കൊണ്ടുവരുള്ളൂ. അത്രക്കും ഉറക്ക് മാത്രമായിരുന്നു. അത് ഉറക്കിച്ചൊരു ക്ഷീണാണ്. പിന്നെ നേരം വെക്കുമ്പോഴൊക്കെ നീറ്റാല് രാവിലെ ഒക്കെ നീറ്റ ഒരാളെ പിടിച്ചിട്ട് വേണം നീക്കണമെങ്കിൽ. വാതിലെവിടെയൊന്നും കാണൂല. അങ്ങനെ നടക്കുക റൂമില് റൗണ്ടായിട്ട്. ഓർമ്മയില്ല എവിടെയെന്ന് ഒരു ഓർമ്മയില്ലാത്തൊരു മന്ദപ്പായിരുന്നു. അതൊക്കെ പണ്ട് മാറി. ഇപ്പൊ അതൊക്കെ തൊണ്ട വരണ്ടിട്ട് അത് ഷുഗർ കൂടുമ്പോ തൊണ്ട വരണ്ടാണ്ട് ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. വെള്ളം കുടിക്കും. ഓതാണെങ്കിലും ഒക്കെ അങ്ങനെ കുപ്പിയിൽ വെള്ളം ഗ്ലാസ്സിലൊക്കെ വെള്ളം കൊണ്ടുവച്ചിട്ട് അതങ്ങനെ കുടിക്കും. കുറച്ച് കുടിക്കും. കൂടുതൽ ക്രിയാറ്റിൻ ഉള്ളവർക്ക് കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ലായിരുന്നു ഡോക്ടർ. അപ്പൊ വെള്ളം കുടിക്കാനും ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നല്ലോണം വെള്ളം കുടിക്കും. എല്ലാം ഭക്ഷണങ്ങൾ മരുന്നൊന്നും കഴിക്കണമില്ല. അടിപൊളിയായിട്ട് പോകണം. ഇപ്പൊ വെയിറ്റ് 63 ആയി. അപ്പൊ അതന്നെ ഒരു ആശ്വാസമായി.